ഹലോ ഗൈസ്, ഇന്നലത്തെ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം സെമി ഫൈനലിൻ്റെ എല്ലാ തരത്തിലുള്ള പെർഫോമൻസും ഇരു കൂട്ടരും നടത്തിയിട്ടുള്ള കളിയായിരുന്നു ഇന്നലെ. 2-1 അർജന്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. 55-ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ട് ഗോർഡനിലൂടെ എന്ത് ചെയ്തു, ലീഡ് നേടുകയും അത് പിന്നീട് ഇംഗ്ലണ്ട് ഡിഫൻസിലേക്ക് ചുരുങ്ങുകയും ചെയ്ത സമയത്ത് അർജന്റീന അവരുടെ എല്ലാ തരത്തിലുള്ള പെർഫോമൻസും കാഴ്ചവെച്ചുകൊണ്ട് ഇന്നലെ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ഏറ്റവും മികച്ച ഒരു മത്സരമായിട്ട് ഇന്നലത്തെ മത്സരത്തെ വിലയിരുത്താൻ കഴിയും ട്ടോ. ഒരു ഗോളിന് തോറ്റ് നിൽക്കുന്ന സമയത്ത് കളി കഴിയാൻ വളരെ കുറഞ്ഞ സമയം മാത്രം ബാക്കി നിൽക്കെ 85-ാം മിനിറ്റിലാണ് അർജന്റീനയുടെ കംബാക്ക് എന്ന് പറയുന്നത്. എൻസോ ഫെർണാണ്ടസിലൂടെ ഒരു ഗോൾ നേടി 1-1 എന്നുള്ള രീതിയിലേക്ക് കളി തന്നെ എന്ത് ചെയ്തു, മാറി. പിന്നീട് അർജന്റീന ഇംഗ്ലണ്ടിൻ്റെ ഗോൾ പോസ്റ്റിന് മുന്നിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ, ഏജാതി പെർഫോമൻസ് ആണ്. ഈ ഒരു വേൾഡ് കപ്പിൽ വേൾഡ് ക്ലാസ് ആയിട്ട് ഇന്നലെ അർജന്റീന കളിച്ച കളി ഉണ്ടല്ലോ, ഓരോ ഫുട്ബോൾ പ്രേമിയും, കാരണം അത്രയും ഉറ്റു നോക്കിക്കൊണ്ടാണ് ഇന്നത്തെ അവസാന ആ ഒരു മിനിറ്റുകളൊക്കെ നമ്മൾ കളി കണ്ടത്. ഇന്നലെ മെസ്സിനെ കൃത്യമായും ഇംഗ്ലണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് കളിച്ച് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. കാരണം മെസ്സിക്ക് ഒരു തരത്തിലും ഒരു ഷോട്ട് പോലും അടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മെസ്സിനെ ഇന്നലെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മെസ്സി എന്ത് ചെയ്തു, മെസ്സി അദ്ദേഹത്തിൻ്റെ കളി എന്ത് ചെയ്തു, നേരെ ബാക്കിലേക്ക് വലിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് പാസ് ഇട്ടുകൊണ്ട് കളിയെ എന്ത് ചെയ്തു, ക്രമീകരിച്ചു കൊണ്ടുപോയി. അതേപോലെ തന്നെ ഇന്നലത്തെ മെസ്സിൻ്റെ 2 കിടിലൻ അസിസ്റ്റ് വരാതിരിക്കാൻ വയ്യ. ഒരു 39-കാരനായ മെസ്സി ഇന്നലെ ആ ഒരു കളത്തിൽ കാട്ടിക്കൂട്ടിയതൊക്കെ യജാതി പെർഫോമൻസ് ആണ് ഈ ഒരു വയസ്സിലും അയാൾ കാട്ടിക്കൂട്ടുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഗോൾ കീപ്പറെയും അതുപോലെ തന്നെ അവരുടെ ബാക്കിനെയും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം അത്രയും പെർഫോമൻസ് ആണ് ഇന്നലെ അവർ കാഴ്ചവെച്ചത്. പക്ഷേ ബെല്ലിങ്ങാമും അതുപോലെ തന്നെ ഹാരി കെയ്നും ഒക്കെ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ കളിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവർക്കൊന്നും അറ്റാക്കിങ്ങിൽ ഒന്നും തന്നെ ചെയ്യാൻ ഇന്നലെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 55-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ 92-ാം മിനിറ്റിൽ മാർട്ടിനസും അടിച്ച ഗോളുകൾ, അത് തന്നെയാണ് അർജന്റീനയുടെ മികവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ 3-ാം സ്ഥാനക്കാർക്കുള്ള മത്സരവും നമുക്ക് അതിൽ കാണാം. എന്തായാലും ഇനി നമുക്ക് വേൾഡ് കപ്പിലെ 2 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒന്ന് 3-ാം സ്ഥാനക്കുള്ള മത്സരവും അതുപോലെ തന്നെ ഫൈനലും. എന്തായാലും ഉഷാറായി കാണാം. അവസാന ആട്ടം എങ്ങനെയാകും, മെസ്സിൻ്റെ അവസാന ആട്ടം എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. അർജന്റീനൻ്റെ അവസാന മിനിറ്റുകളിൽ അവരുടെ കോച്ചായിട്ടുള്ള സ്കലോണി നടത്തിയിട്ടുള്ള പെർഫോമൻസ്, ഫുൾ ഡിഫൻഡേഴ്സിനെ ഒന്നോ രണ്ടോ ആളുകളെ കയറ്റിയിട്ട് അറ്റാക്കിങ്ങിലേക്ക് ആളെ എന്താണ് അദ്ദേഹം ഇറക്കി. അവിടെയാണ് കളിയുടെ ചേഞ്ച് വരുന്നത്. അപ്പോഴാണ് കളി മൊത്തത്തിൽ അറ്റാക്കിങ്ങിലേക്ക് പോകുന്നത്. എല്ലാ അറ്റാക്കർമാരെയും ഇറക്കിക്കൊണ്ട് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ഇന്നലെ സ്കലോണി നടത്തി. അടിപൊളി.